പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 11 ഞങ്ങൾ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകർ നമ്മുടെ വണ്ടൂർ നാലുകൂടിയ ജംഗ്ഷനിൽ കാളികാവ് നിലമ്പൂർ റോഡ് ജംഗ്ഷനിൽ റോഡിൻ്റെ മൂലയിൽ മുൻപ് അന്നപൂർണ ഹോട്ടൽ അതിൽ നടത്തിയിരുന്നു. അതുപോലെ ഇപ്പോൾ CITU തൊഴിലാളികൾ അതിൽ വിശ്രമിക്കുന്നു. ഇരുനില ഓട് കെട്ടിടം അത് വളരെ ജീർണിച്ച അവസ്ഥയിലാണ്. അതിൻ്റെ തൂണുകളൊക്കെ ചിതല് തിന്ന് മണ്ണ് നിറഞ്ഞ വലിയ കുഴികളുള്ള രൂപത്തിലാണ്. ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കാണിച്ചിരുന്നു. ഏതായാലും ഇത് സംബന്ധമായിട്ട് ഇത് ഉടനടി പൊളിച്ചു നീക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനുള്ളിൽ വിശ്രമിക്കുന്ന CITU തൊഴിലാളികളും ഓടും കല്ലും മരവും ഒക്കെ തെറിച്ച് വഴിയിൽ പോകുന്ന, അല്ലെങ്കിൽ ബസ് രാവിലെയൊക്കെ അവിടെ ബസ് വെയിറ്റ് ചെയ്യാറുണ്ട് ആളുകൾ. സ്റ്റാൻഡിൽ കയറാതെയാണല്ലോ ബസ് പോവാറ്. അതിൻ്റെ പഠിക്കലാണ്, അതിൻ്റെ ചാരയാണ് ബസ്സുകൾ നിർത്താറ്. അപ്പോൾ അങ്ങനെ തനിയെ അത് വീഴാൻ വിടുകയാണെങ്കിൽ വലിയ അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി ഞങ്ങൾ വണ്ടൂർ പഞ്ചായത്തിലും വണ്ടൂർ പോലീസിലും ഞങ്ങൾ കംപ്ലയിൻറ്റ് പരാതി കൊടുത്തു. പക്ഷേ ആ പരാതി കൊടുത്തെങ്കിലും ഒരു കൃത്യമായ ഒരു നടപടിയോ കാര്യമോ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവിടെ ഇപ്പോഴും CITU തൊഴിലാളികൾ വിശ്രമിക്കുന്നുണ്ട്. ഇതൊരു ഒരു ഒരു വണ്ടൂർ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ്. പക്ഷേ ആ സ്വകാര്യ വ്യക്തിയുമായിട്ട് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. കാരണം പൊതു കാര്യമായതുകൊണ്ട് തന്നെ പോലീസിലും അതുപോലെ തന്നെ പഞ്ചായത്തിലുമാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഇതുവരെ ആയിട്ടും ഇന്നിപ്പോൾ 6-ാം തീയതി ഒക്കെ ആയി, പക്ഷേ ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരുന്നത് ആ കെട്ടിടം അഥവാ പെട്ടെന്ന് പൊളിക്കാൻ പറ്റിയില്ലെങ്കിലും അതിനൊരു നടപടി സമയം എന്തായാലും കുറച്ചെടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു കെട്ടിടത്തിൽ ഉള്ള ഉപയോഗം അതിൽ വിശ്രമിക്കുന്ന CITU തൊഴിലാളികളോട് അവിടെ നിന്ന് മാറി അത് സീൽ ചെയ്യാനും അല്ലെങ്കിൽ അത് വിശ്രമിക്കുന്നത് ഒഴിവാക്കാനും വേണ്ടി ഞങ്ങൾ നിർബന്ധമായിട്ടും ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്തിലും പോലീസിലും. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഈ സ്വകാര്യ വ്യക്തി ഇത് വാടകയ്ക്ക് കൊടുത്തു എന്നാണ് കേൾക്കുന്നത് CITU തൊഴിലാളികൾക്ക്. ഇനി വാടകയ്ക്കല്ലെങ്കിലും അതിൽ താമസിക്കാൻ പാടില്ല, കാരണം അത്രയും അപകടം സാധ്യതയുള്ളതാണ്. പക്ഷേ എലി എത്ര കരഞ്ഞിട്ടും പൂച്ചക്കുരുത്തിരി കണ്ണീര് വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതിൽ CITU തൊഴിലാളികൾ നിർബന്ധപൂർവം ഒരുപക്ഷെ ധിക്കാരപരമായി തന്നെ അവരവിടെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. അതുപോലെ അതിൻ്റെ ഉടമ അവരെ അവിടെ ഇരിക്കാൻ അനുവദിക്കുന്നു, അല്ലെങ്കിൽ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് വാടകയ്ക്ക് അല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്, അക്രമമാണ് എന്നാണ് അതിന് പറയാൻ പറ്റുക. കാരണം അഥവാ അത് ഒരുപക്ഷെ പറയാം അത് കാലങ്ങളായി ഇങ്ങനെ നിൽക്കുന്നു ഒക്കെ, പക്ഷേ പ്രിയപ്പെട്ടവരെ പൊളിഞ്ഞു ചാടുന്നത് ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെപ്പോൾ പൊളിഞ്ഞു ചാടും നമ്മളോട് പറഞ്ഞിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അതിനെ ചുറ്റിപ്പറ്റി എന്തോ കേസോ കാര്യം ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ കേസോ കാര്യം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അതിൽ ഇരിക്കുന്ന ആ ഇരുത്തം ഒഴിവാക്കാമല്ലോ. എന്നിട്ട് അത് പിന്നെ എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി പൊളിക്കാൻ അതിന് സമയമെടുത്താലും ഇരിക്കുന്ന ഇരിപ്പ് ഒഴിവാക്കിക്കൂടെ. പക്ഷേ അതും ചെയ്യുന്നില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ കാര്യത്തിനായിട്ട് 2 ദിവസം മുമ്പ് ഞങ്ങൾ മലപ്പുറം കളക്ടറെ സമീപിച്ച് ഞങ്ങൾ അപേക്ഷ കൊടുത്തു, പരാതി കൊടുത്തു. അദ്ദേഹം പെരിന്തൽമണ്ണ സബ് കളക്ടർക്ക് അതിൻ്റെ ഓർഡർ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും ഞങ്ങളുടെ പരാതിയുമൊക്കെ ഞങ്ങളിവിടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാർ അറിയാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ
ഇത് സംബന്ധമായിട്ടൊക്കെ നമ്മുടെ നാടിൽ ശരിക്ക് ഒരു പൊതുകാര്യമായതുകൊണ്ട് അതിലാളുകൾ ഇടപെട്ട് പ്രത്യേകിച്ചും ആ ഇരുത്തം ഒഴിവാക്കുവാൻ, CITU തൊഴിലാളികളുടെ ഇരുത്തം തന്നെയെങ്കിലും ഒഴിവാക്കുവാനൊക്കെ ശ്രമിക്കേണ്ടതാണ് ഇതിലൊക്കെ ഈ നാടിനെ സ്നേഹിക്കുന്നവർ. പക്ഷേ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. തൊഴിലാളികൾ വളരെ ധിക്കാരപൂർവ്വം അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത് വളരെ ദൗർഭാഗ്യകരമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പിന്നെ തുടരന്വേഷണങ്ങൾ നടത്തും. എന്ത് സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ ആലോചിക്കും. കോടതിയിൽ ഇത്തരം ഒരു കാര്യമുണ്ടെങ്കിൽ അത് പഞ്ചായത്തും പോലീസും അത് കോടതിയെ അറിയിച്ച് അതിൽ എന്ത് പെട്ടെന്ന് നടപടി എടുക്കാൻ കഴിയും എന്ന് അന്വേഷിക്കലും അത് കാര്യങ്ങൾ നീക്കേണ്ടതും പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ അവരത് ചെയ്യുന്നില്ല, വളരെ ദൗർഭാഗ്യകരമായിട്ട്. അത്രേ പറയാനുള്ളൂ. എന്തായാലും ഞങ്ങൾ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി അതിനായിട്ട് പ്രവർത്തിക്കുന്ന ഈ കളക്ടർ പോയി കണ്ടു എന്ന വിവരം എല്ലാ നാട്ടുകാരെയും സബിനെയും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ, ഞങ്ങളുടെ ആരോഗ്യ കലാ സാംസ്കാരിക സമിതിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്കാണ് ഞാനിത് ഈ വോയിസ് ഇവിടെ ഇടുന്നത്, വീഡിയോ ഇടുന്നത്. നമ്മുടെ സെക്രട്ടറി കൈപ്പറ്റിയ ഞങ്ങളുടെ പരാതിയുടെ റെസിപ്റ്റൊക്കെ ഇതിൽ ഇടുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ, മൈ അട്ടൺ മൈ സൊസൈറ്റി, വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതിക്ക് വേണ്ടി. അവരെ ഇത്രയും ജീർണിച്ചൊരു കെട്ടിടം നമ്മുടെ MLA AP അനിൽകുമാർ, അദ്ദേഹം അതിൻ്റെ മുന്നിലൂടെ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടാവും, ഇപ്പോഴും നടക്കുന്നു. അങ്ങനെ ഒരു കെട്ടിടം കാണുമ്പോൾ അതിലൊരു അപകടമൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ? എന്തായാലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള ഉത്തരവാദിത്ത സമൂഹത്തിനൊക്കെ ഉണ്ടാവും എന്നതാണ് വസ്തുത. അത് പറയാതെ വയ്യ പ്രിയപ്പെട്ടവരെ.